രാജ്ഭവനിലേക്ക് നിയോഗിച്ച സുരക്ഷാ ജീവനക്കാരെ വെട്ടി സർക്കാർ ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച 6 പോലീസുകാരെയാണ് ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം പിൻവലിച്ചത്. ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. രാജ്ഭവനിലെ സുരക്ഷാ കാര്യങ്ങൾക്കായി നിയോഗിച്ച ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് സർക്കാരിന്റെ തീരുമാനം. ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച 6 പോലീസുകാരെയാണ് അതിന്റെ ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം പിൻവലിച്ച. 6 അനന്തരം വിവരങ്ങളുമായിട്ട് അനന്തൻ, ഗവർണർ സർക്കാർ പോരൊക്കെ ഭാരതാംബ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഈ ജീവനക്കാരെ വെട്ടിക്കുറച്ചതുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ സർക്കാർ പറയുന്ന സ്വാഭാവിക നടപടി എന്ന് മറ്റോ ആണോ? ദിവിഷ്, കേരള രാജ്ഭവനിൽ നേരത്തെ തന്നെ 6 സുരക്ഷാ ജീവനക്കാരുടെ കുറവുണ്ട്. ഇത് സംബന്ധിച്ച് രാജ്ഭവൻ സർക്കാരിലേക്ക് ഈ ഒഴിവ് നികത്തണമെന്നാവശ്യപ്പെട്ട് കത്തുകൾ അയച്ചിരുന്നു. അത് ആ ഒഴിവ് നികത്തുന്ന രീതിയിൽ പോലീസുകാരെ നിയോഗിച്ചിരുന്നില്ല ഇതുവരെ സർക്കാർ. സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് ഇന്ന് വിരമിക്കാനിരിക്കെ 2 ദിവസം മുമ്പ്, അതായത് 28-ാം തീയതിയാണ് രാജ്ഭവനിലേക്ക് 6 പോലീസുകാരെ സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മണിക്കൂറുകൾക്കകം ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു ഉത്തരവ് ഇറങ്ങുകയായിരുന്നു. അതായത് രാജ്ഭവന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അനുവദിച്ച 6 പോലീസുകാരുടെ നിയമനത്തെ പെട്ടെന്ന് തന്നെ പിൻവലിക്കുകയാണ് സർക്കാർ ചെയ്തത്. സർക്കാർ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള തീരുമാനം പിൻവലിക്കേണ്ടി വന്നതെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന വ്യാഖ്യാനത്തിന് ഈ ഉത്തരവ് പിൻവലിക്കൽ വഴിയൊരുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ദിവിഷൻ, രാജ്ഭവൻ എന്തെങ്കിലും പ്രതികരണം ഇതിലുണ്ടോ? രാജ്ഭവനിൽ നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ രാജ്ഭവൻ പറയുന്നത് ഈ ഉത്തരവ് പിൻവലിച്ച കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അതിൽ അസ്വാഭാവികമായ ഒരു നടപടി നിലവിൽ കാണുന്നില്ല. അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് രാജ്ഭവൻ നമ്മളോട് പറഞ്ഞത്. ശരി.